बिस्मिल्लाहिर्रहमानिर्रहीम अल्हम्दुलिल्लाहि रब्बिल आलमीन वस्सलातु वस्सलामु अला सय्यिदिल मुरसलीन खातमिन नबिय्यीन मुहम्मदिन व अला आलिहि व सहबिहि व अज़वाजिहि व ज़ुर्रिय्यतिहि व मन तबिअहुम बि इहसान व दआ बिदावतिहिम इला यौमिद्दीन। अम्मा बाद, भाइयों और अजीज़ों, ये इस मजमे को देखकर बड़ी मसरत होती है कि अल्लाह का नाम लेने वाले, तौहीद के मानने वाले और इल्म दीन की तहसील की कोशिश करने वाले इतनी बड़ी तादाद में यहाँ पर जमा हैं। और इनमें एक तादाद है जिसने इल्मी दर्जा हासिल किया है, फरागत हासिल की है और वो सनद याफ्ता हो रहे हैं। उनको मुबारकबाद देते हैं और इस बात पर भी उनको मुबारकबाद देते हैं कि वो दीन के नाम पर यहाँ इकट्ठा हुए हैं और इससे मिल्लत को जो क़ुव्वत हासिल होती है वो क़ुव्वत अल्हम्दुलिल्लाह हासिल होगी और हासिल होगी। इत्तेहाद में और अल्लाह के नाम पर जमा हो जाने में जो ताकत है वो किसी और चीज़ में नहीं मिलेगी। ये ताकत इंशाअल्लाह आपको हासिल है और हासिल रहेगी। അല്ലാഹുവിനാകുന്നു സകലത്തര സ്തുതികളും. അല്ലാഹുവിൻ്റെ കാരുണ്യ കടാക്ഷങ്ങൾ വിശുദ്ധ ദൂതരുടെ മേൽ, പ്രവാചക തിരുമേനി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ വർഷിക്കപ്പെടുമാറാകട്ടെ. അല്ലാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെയേറെ അനുഗ്രഹീതമായിട്ടുള്ള ഈ സന്ദർഭത്തിൽ ഇതുപോലുള്ളൊരു പവിത്രമായ സദസ്സിൽ എത്തിച്ചേരാൻ സാധിച്ചതിൽ എനിക്ക് അനൽപമായ സന്തോഷമുണ്ട്. ഇവിടെ വന്നപ്പോൾ വളരെ വലിയൊരു സദസ്സാണ് എനിക്ക് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ ജാമിയ സ്ഥാപനം അതിൻ്റെ വാർഷികം ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ അറിവിനെ സ്നേഹിച്ചുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു ജനക്കൂട്ടം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അതുമാത്രവുമല്ല, ഇവിടെ നിന്ന് ബിരുദം വാങ്ങി യുവ പണ്ഡിതരുടെ ഒരു നിര പുറത്തിറങ്ങുന്നുവെന്നതിൻ്റെ സന്തോഷവും കൂടി ഇന്നത്തെ ഈ ദിവസത്തിനുണ്ട് എന്നും ഞാൻ മനസ്സിലാക്കുന്നു. ഈ യുവ പണ്ഡിതന്മാർക്ക് ആദ്യമേ ഞാൻ എല്ലാവിധ ശുഭാശംസകളും അർപ്പിച്ചുകൊള്ളട്ടെ. അറിവിനേക്കാൾ വലിയ ഒരു അധികാരമില്ല. അറിവാണ് അധികാരം. അള്ളാഹുവിൻ്റെ ദീനിനെ കുറിച്ച് പഠിക്കുവാനും ധാർമ്മികമായ വിജ്ഞാനം കരസ്ഥമാക്കുവാനും യഥാർത്ഥമായ അറിവിനെ സാക്ഷാത്കരിക്കുവാനും ആര് ശ്രമിക്കുന്നുവോ അവരുടെ കയ്യിലാണ് ആധിപത്യവും അധികാര ശക്തിയും കൈവരുക. ഭൗതികമായ ഏത് അധികാരത്തെയും തോൽപ്പിക്കുന്നതാണ് അറിവിനുള്ള അധികാരം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കേണ്ടതാണ്. अल्लाह ताला ने फरमाया है, वातसिमू बिहब्लिल्लाहि जमीअन वला तफर्रकू। ये किन लोगों से फरमाया है? वो लोग जो ईमान ले आए हैं और ईमान पर कायम रहना चाहते हैं, उनके लिए फरमाया है। और इसलिए फरमाया है कि इंसान का मिजाज अपनी राय पर जमने का होता है और राय पर जमने की वजह से दूसरे की राय को नज़रअंदाज कर देता है। इसलिए आपस में टकराव पैदा हो जाता है और आपस में इख्तलाफ पैदा हो जाता है। इंसान की ये कमज़ोरी है। तो अल्लाह ताला तो इंसान की हर चीज़ को खूब जानता है, उसी ने पैदा किया है। तो ये जानता है कि ये कमज़ोरी इन लोगों में पेश आ सकती है जो ईमान लाए हैं। इसलिए बाकायदा इसका हुक्म दिया कि ईमान अल्लाह की रस्सी को मजबूत पकड़ो और इधर उधर मुतफर्रिक न हो। और अल्हम्दुलिल्लाह इसका असर है कि मुसलमान कलमे के ऊपर मुत्तफ़िक़ हैं। दुनिया में कहीं पर रहते हों वो एक दूसरे के भाई हैं, कलमे के भाई हैं। വിശുദ്ധ ഖുർആന്റെ വളരെ പ്രസിദ്ധമായ പ്രസ്താവനയാണ് വഅതസിമൂ ബിഹബിലില്ലാഹി ജമീഅൻ വലാ തഫറഖൂ. അല്ലാഹുവിന്റെ പാശത്തെ ഒന്നിച്ച് മുറുകെ പിടിക്കുക, നിങ്ങൾ ഭിന്നിക്കരുത്. ഇത് വിശ്വാസികളോട് ഖുർആൻ നടത്തിയിട്ടുള്ള ആഹ്വാനമാണ്. ഈമാൻ സ്വീകരിക്കുന്ന വിശ്വാസികൾക്കിടയിൽ എന്ന് മാത്രമല്ല മനുഷ്യർക്കാർക്കിടയിലും അഭിപ്രായാന്തരങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മനുഷ്യൻ ചിന്തിക്കുകയും മനുഷ്യൻ അറിവ് നേടുകയും ചെയ്യുമ്പോൾ അഭിപ്രായങ്ങൾ ഉണ്ടായിത്തീരും. അഭിപ്രായങ്ങൾ വർദ്ധിക്കുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായിത്തീരും.
ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുക എന്നത് മനുഷ്യന്റെ ഒരു ദൗർബല്യമാണ്. മനുഷ്യനെ സൃഷ്ടിച്ച അള്ളാഹുവിന് അവന്റെ പ്രത്യേകതകളും അവന്റെ ദൗർബല്യങ്ങളെക്കുറിച്ചും സൂക്ഷ്മജ്ഞാനമുള്ളത് കൊണ്ടാണ് അഭിപ്രായാന്തരങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളെയും കുറിച്ച് അള്ളാഹു തന്നെ മനുഷ്യരെ ഉത്ബോധിപ്പിച്ചിട്ടുള്ളത്. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്തൊക്കെയായിരുന്നാലും മുസ്ലിം സമൂഹം ഒന്നിച്ചു നിൽക്കേണ്ടതാണ്. ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും സൗഭാഗ്യത്തിന്റെ ലക്ഷണമെന്ന് പറയട്ടെ, കലിമത്തു തൗഹീദിന്റെ പേരിൽ ലോകത്ത് മുസ്ലിം സമൂഹം ഒന്നിച്ചു നിൽക്കുകയാണ്. കലിമത്തിന്റെ അടിസ്ഥാനത്തിൽ ലോകത്തിന്റെ നാനാഭാഗത്തുമുള്ള മുസ്ലിം സമുദായം ആ അടിസ്ഥാനപരമായ തത്വത്തിൽ ഏകോപിക്കുകയും അതിന്റെ പേരിൽ യോജിച്ചു നിൽക്കുകയും ചെയ്യുന്നുവെന്നത് വളരെ ശുഭോദർക്കമായിട്ടുള്ള വസ്തുതയാണ്. अल्लाह ताला ने हमको जो दीन अता फरमाया है वो दीन अपनी बड़ी खसूसियात का हामिल है और मज़ाहिब में वो खसूसियात आपको नहीं मिलेंगी जो अल्लाह ताला ने हमको इस तौहीद वाले दीन में अता फरमाई हैं। वो खसूसियात क्या हैं? वो खसूसियात ये हैं कि अल्लाह ताला ने पूरी ज़िंदगी के मुताल्लिक़ हमको हुक्म दिया है कि तुम अपनी ज़िंदगी ऐसी गुजारो जो इंसानियत की, शराफत की और एक आपस में खैर खाही की हो और अल्लाह ताला के हुक्मों पर अमल करने वाली ज़िंदगी हो। ज़िंदगी में जितने पहलू हैं सब हमारे दीन में आ जाते हैं, जबकि दूसरे मज़हबों में ऐसा नहीं है। दूसरे मज़हब या तो सिर्फ अक़ीदे तक हैं या इबादत तक हैं, बाकी आम ज़िंदगी में वो नहीं है। हमारा दीन इस्लाम आम ज़िंदगी में फैला हुआ है, इसीलिए उसको बाकायदा उसकी शरीयत है और वो शरीयत पर हम कायम हैं, हम कायम रहेंगे। ഇസ്ലാമിന് ഒട്ടേറെ പ്രത്യേകതകളുണ്ട്, വളരെ വലിയ വൈശിഷ്ട്യങ്ങളുണ്ട്. അള്ളാഹു നൽകിയ മഹത്തരമായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഇസ്ലാം ജീവിതത്തെ മുച്ചൂടും ബാധിച്ചു നിൽക്കുന്നുവെന്നത്. മറ്റു മതങ്ങളുമായി, ദർശനങ്ങളുമായി, സിദ്ധാന്തങ്ങളുമായി, തത്വങ്ങളുമായി ഇസ്ലാമിനെ താരതമ്യം ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ പ്രത്യേകത ഇസ്ലാം കേവലം വിശ്വാസ കാര്യങ്ങളിലും ആരാധനാനുഷ്ഠാനങ്ങളിലും മാത്രം പരിമിതമാകുന്നില്ല എന്നതാണ്. ഇസ്ലാം ജീവിതത്തെ ആകെ ചൂടി നിൽക്കുന്നു, ജീവിതത്തെ ആകെ ചൂഴ്ന്നു നിൽക്കുന്നു. ജീവിതത്തിന്റെ ഒരു മേഖലയും ഇസ്ലാം വിട്ടുകളയുന്നില്ല. ഒരു മനുഷ്യൻ ഈ ഭൂമുഖത്ത് ജീവിക്കുമ്പോൾ അവന്റെ ജീവിതത്തിന്റെ ഏതൊക്കെ രംഗങ്ങളുണ്ടോ, ഏതൊക്കെ വശങ്ങളുണ്ടോ, ആ വശങ്ങളെയും രംഗങ്ങളെയും മുഴുവൻ ബാധിക്കുന്നതാണ്, അതിനെ മുഴുവനും ഉൾക്കൊണ്ട് നിൽക്കുന്നതാണ് ഇസ്ലാമിക ദർശനം എന്ന് പറയുന്നത്. ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും മനുഷ്യത്വം പുലർത്തണം, മനുഷ്യന്റെ മാഹാത്മ്യം പുലർത്തണം, മനുഷ്യന്റെ മഹിമ പുലർത്തണം. മനുഷ്യനായിരിക്കുക എന്നതിന്റെ ബഹുമാന്യത, അതിന്റെ ഔത്കൃഷ്ട്യം അത് പുലർത്തിക്കൊണ്ട് ജീവിതത്തിന്റെ നിഖില മേഖലകളിലും ഉത്കൃഷ്ടമായ, പരിശുദ്ധമായ, ഉത്തമമായ ഒരു ജീവിതം നയിക്കാൻ ആവശ്യമായ മാർഗദർശനമാണ് ഇസ്ലാം പ്രദാനം ചെയ്യുന്നത്. शरीयत हमको एक जामे शरीयत दी गई है, ज़िंदगी के पूरे ज़िंदगी के जितने हालात हैं सब पर मुश्तमिल है और हम उस शरीयत पर कायम हैं। इसलिए कि मोमिन वही है जो अल्लाह पर ईमान रखता हो, उसके हुक्मों पर भी ईमान रखता हो। और अल्लाह ताला ने हमको बताने के लिए किताब नाजिल की कुरान मजीद और नबी भेजा हुजूर सल्लल्लाहु अलैहि वसल्लम को, उनको आखिरी नबी बनाया और दीन की हिफाजत के लिए इंतज़ाम ये किया कि फरमाया कि हम कुरान मजीद की हिफाजत करेंगे, यानी ये कुरान मजीद क़यामत तक हमें रहनुमाई देगा और इससे हम अपना दीन मालूम करेंगे, शरीयत मालूम करेंगे और उस पर हम कायम रहेंगे। और हुजूर सल्लल्लाहु अलैहि वसल्लम की हयात तय्यबा में अल्लाह ने वो दीन रख दिया पूरा, हमें वो दीन आपकी ज़िंदगी से भी मालूम होगा और वो भी अल्लाह ने उसकी भी हिफाजत फरमाई है। ഈ പൂർണ്ണമായ ജീവിത വ്യവസ്ഥിതിയാണ് ശരീഅത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരീഅത്ത് എന്ന് പറയുന്നത് ജീവിതത്തെ ദൈവികമായ ഈ മാർഗദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ സംവിധാനിക്കുക എന്നതിന്റെ പേരാണ്. ആ ശരീഅത്ത് സമ്പൂർണമാണ്. ആ ശരീഅത്തിലാണ് മുസ്ലിം സമുദായം ഉറച്ചു നിൽക്കുന്നത്. ആ ശരീഅത്തിന് അനുസൃതമായിട്ടാണ് മുസ്ലിം സമൂഹം ജീവിക്കുന്നത്. ആ ശരീഅത്തിന്റെ തത്വങ്ങളും അടിസ്ഥാനങ്ങളും അത് നൽകുന്ന മാർഗദർശനവും ഇസ്ലാമിക വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്.
അള്ളാഹു ഈ ശരീഅത്തിനെ ജനതയ്ക്ക് വേണ്ടി അർപ്പിച്ചു, ജനതയ്ക്ക് വേണ്ടി അവതരിപ്പിക്കുകയും ചെയ്തു. മാത്രവുമല്ല, അതിനാവശ്യമായ മാർഗദർശനത്തിന് വേണ്ടി ഒരു ഗ്രന്ഥം അള്ളാഹു ഭൂലോകത്തേക്ക് ഇറക്കുകയും ചെയ്തു. അതാണ് പരിശുദ്ധ ഖുർആൻ. ആ പരിശുദ്ധ ഖുർആന്റെ വാഹകനായി വന്ന വിശുദ്ധ ദൂതരെ അള്ളാഹു അന്തിമ പ്രവാചകനാക്കി സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ത്യപ്രവാചകനായി, അന്തിമ ഗ്രന്ഥമായി, പരിശുദ്ധ ഖുർആനുമായി ഈ ലോകത്ത് ശരീഅത്ത് സ്ഥാപിതമായിരിക്കുന്നു. ആ ഖുർആനിനെ ലോകാവസാനം വരെ കാത്തു സൂക്ഷിക്കുമെന്നാണ് അള്ളാഹു നൽകിയിട്ടുള്ള വാഗ്ദാനം. അതിന്റെ അർത്ഥം ലോകാവസാനം വരെ ശരീഅത്ത് അനുസരിച്ച് ജീവിക്കുവാനുള്ളതായ സാഹചര്യം ഉണ്ടാകുമെന്നാണ്. ആ ശരീഅത്തിനുള്ള വെളിച്ചം, ശരീഅത്തിന്റെ മാർഗദർശനം ലോകാവസാനം വരെ, ലോകം മാറുന്നതിനനുസരിച്ച് പുതിയ പുതിയ പ്രശ്നങ്ങളും സങ്കീർണതകളും ഉണ്ടാകുമ്പോൾ അതിനെയൊക്കെ നേരിട്ട് ആ സങ്കീർണതകളെ ഉൾക്കൊണ്ട് ആ പ്രശ്നങ്ങൾക്ക് യഥാർത്ഥമായ ദൈവികമായ പരിഹാരം നിർദ്ദേശിക്കുന്ന സമ്പൂർണമായ ജീവിത ദർശനമായി ശരീഅത്ത് നിലനിൽക്കുമെന്നാണ് നാം അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. हमको ये शरीयत अल्लाह ताला की तरफ से मिली है और अल्लाह ताला की दी हुई चीज़ में हम कोई तगय्युर नहीं कर सकते, कोई तब्दीली नहीं ला सकते। तो अगर कोई ये कहता है कि हम अपनी शरीयत में से किसी चीज़ को कम कर दें या उसमें बदल दें, तो हम उसकी बात बिल्कुल नहीं मान सकते। इसलिए कि हमें हक़ ही नहीं है बदलने का, किसी को बदलने का हक़ नहीं है। अल्लाह ताला की दी हुई चीज़ को हम कैसे बदल सकते हैं? इसलिए अगर कोई कहता है कि हम शरीयत में फ़र्क कर दें या रोक दें, तो हम उसके लिए तैयार नहीं हुए। ഈ ശരീഅത്ത് ഭേദഗതിക്ക് വിധേയമല്ല. ഈ ശരീഅത്ത് മാറ്റത്തിരുത്തലുകൾക്ക് ഒട്ടും സാധിക്കുന്നതുമല്ല. എങ്ങനെയാണ് ശരീഅത്തിൽ ഭേദഗതി ഉണ്ടായിത്തീരുക? ആർക്കാണ് ശരീഅത്തിൽ മാറ്റം വരുത്താൻ സാധിക്കുക? ശരീഅത്ത് എന്ന് പറയുന്നത് ദൈവിക നിയമമാണ്, ദൈവികമായ നിയമവ്യവസ്ഥയാണ്. അത് അള്ളാഹു ഇറക്കിയിട്ടുള്ളതാണ്. അള്ളാഹു അവതരിപ്പിച്ചു തന്ന സർവശക്തനായ ദൈവത്തിന്റെ ദാനമായിട്ടുള്ള ഒരു നിയമവ്യവസ്ഥയെ മാറ്റി തീർക്കുവാനോ അതിനെ മാറ്റി പണിയുവാനോ സാധ്യമാവുകയില്ല. അതുകൊണ്ട് ശരീഅത്തിൽ മാറ്റം വരുത്തണമെന്ന് ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ, ശരീഅത്തിൽ തിരുത്തൽ വേണമെന്ന് ആരെങ്കിലും നിർദ്ദേശിച്ചാൽ, നാം പറയും ശരീഅത്തിന്റെ മാറ്റത്തിന് വേണ്ടി ഒരിക്കലും മുസ്ലിം സമുദായം തയ്യാറല്ല, മുസ്ലിം സമുദായം അത് അനുവദിക്കുകയില്ല. ശരീഅത്തിന് വേണ്ടി എന്നെന്നും മുസ്ലിം സമുദായം ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യുമെന്ന് ശരീഅത്തിൽ ഭേദഗതി വേണമെന്ന് പറയുന്നവരോട് ഉച്ചൈസ്തരം ഉദ്ഘോഷിക്കുവാനാണ് മുസ്ലിം സമൂഹം ആഗ്രഹിക്കുന്നത്. अल्लाह ताला ने जो फरमाया कि वातसिमू बिहब्लिल्लाह जमीअन वला तफर्रकू, तो वातसिमू बिहब्लिल्लाह में अल्लाह ने हमको इत्तेहाद पर मुतवज्जे किया है कि हम सब मिलकर एक हो जाएं। और वला तफर्रकू में हम अलग अलग अपना तरीक़ा न इख्तियार करें। अल्हम्दुलिल्लाह शरीयत के मसले में बात चली तो मुसलमानों ने सब ने मिलकर उनके मुख्तलिफ जो गरोह हैं, मुख्तलिफ जो उनके मसलक हैं, सब एक हो गए और मुस्लिम पर्सनल बोर्ड शरीयत की हिफाजत के लिए और शरीयत के दफ़ा के लिए सामने आ गया। വഅതസിമൂ ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖൂ എന്ന പരിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനത്തിനനുസൃതമായി നിങ്ങൾ ഭിന്നിക്കരുത്, അള്ളാഹുവിന്റെ പാശം ഒന്നിച്ച് മുറുകെ പിടിക്കണമെന്ന കൽപ്പനക്ക് പൂർണ്ണമായും വിധേയരായി മുസ്ലിം സമൂഹം ശരീഅത്തിന്റെ കാര്യത്തിൽ ഒന്നിച്ചു നിൽക്കുകയാണ്. മുസ്ലിം വ്യക്തി നിയമത്തിന്റെ കാര്യത്തിൽ ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. മുസ്ലിം സമുദായത്തിലെ വിവിധങ്ങളായിട്ടുള്ള സംഘടനകൾ, മതസംഘടനകൾ, സമുദായ സംഘടനകൾ, ചിന്താധാരകൾ എല്ലാം ഒരുമിച്ച് കൈകോർത്ത് ഒറ്റക്കെട്ടായി ശരീഅത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി മുസ്ലിങ്ങളുടെ ഐക്യത്തിന്റെ അടിസ്ഥാനത്തിൽ സംഘടിച്ചു നിൽക്കുന്നുവെന്നുള്ളതാണ് ഞാനിവിടെ ഊന്നിപ്പറയാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായും ആ സംഘടിത ശ്രമത്തിന് മൂർത്തരൂപം നൽകുകയാണ് അഖിലേന്ത്യാ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പേഴ്സണൽ ലോ ബോർഡ് ഈ വിവിധ ചിന്താധാരകളെ ഏകോപിപ്പിക്കുകയും ഈ സംഘടനകളെ ഒന്നിച്ചു നിർത്തുകയും അങ്ങനെ സമുദായത്തിന്റെ പൊതുവായ പിന്തുണയോടെ, പൊതുവായ പങ്കാളിത്തത്തോടെ മുസ്ലിം വ്യക്തി നിയമത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള നടപടികളിൽ മുഴുകുകയും ചെയ്യുന്ന പ്രസ്ഥാനമാണ്. देखिए, हम हिंदुस्तान जब आज़ाद हुआ तो उसका दस्तूर बना। दस्तूर में मुसलमान और गैर मुसलमान सब शरीक थे और ऐसा दस्तूर बना जिसमें सब मज़हबों को अपने मज़हब पर अमल करने का इख्तियार दिया गया और हर मज़हब वाला अपने मज़हब पर अमल कर सकता है, उसको कोई रोकेगा नहीं। ये दस्तूर में है। तो कोई अगर ये आवाज़ उठाता है कि हम
मज़हब में तब्दीली कर दें तो दस्तूर के ख़िलाफ़ है वो आवाज़। तो हमारे सामने ये है कि हमें दस्तूर की तरफ से इस बात का पूरा इख्तियार है कि हम अपने मज़हब पर पूरी तरह अमल करें, उसमें कोई तग़य्युर हम नहीं बर्दाश्त करेंगे, इसलिए कि वो दस्तूर के भी ख़िलाफ़ है। तो हम दस्तूर को मानते हैं और दस्तूर हमको पूरी इजाज़त देता है कि हम अपने मज़हब के मुताबिक अमल करें। अगर कोई उसके ख़िलाफ़ हमसे बात कहता है तो उसको हम गलत समझते हैं, इसलिए कि दस्तूर के ख़िलाफ़ है और हमारे मज़हब के उसूल के भी ख़िलाफ़ है, इसलिए कि हमारा मज़हब अल्लाह की तरफ से दिया हुआ है, उसमें कोई तब्दीली न हम कर सकते हैं न कोई करा सकता है। ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ പരമപ്രധാനമായ ഒരു ഭരണഘടന, വിശ്വോത്തരമായ ഒരു ഭരണഘടന ഇന്ത്യക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ടു. ആ ഭരണഘടന തയ്യാറാക്കാൻ വേണ്ടി നടത്തപ്പെട്ട ശ്രമങ്ങളിൽ ഇന്ത്യയിലെ മറ്റു സമുദായങ്ങൾക്കൊപ്പം മുസ്ലിം സമുദായവും പങ്കുവഹിച്ചു. അങ്ങനെ ഇന്ത്യൻ ജനതയുടെ പൊതുവായ വികാരങ്ങളുടെ, അഭിപ്രായങ്ങളുടെ ഒരു പ്രതീകമായി തീർന്നു നമ്മുടെ ഭരണഘടന. ആ ഭരണഘടന ഇന്ത്യൻ ജനതയ്ക്ക് നൽകുന്ന പ്രധാനപ്പെട്ട ഒരു അവകാശം ഏത് മതത്തിലും വിശ്വസിക്കാനും അത് അനുഷ്ഠിക്കുവാനുമുള്ള സ്വാതന്ത്ര്യമാണ്. അതായത് മതസ്വാതന്ത്ര്യമാണ്. മതസ്വാതന്ത്ര്യം ഭരണഘടനാ ദത്തമാണ്. അതിന്റെ അർത്ഥം ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ശരീഅത്ത് അനുസരിച്ച്, മുസ്ലിം വ്യക്തി നിയമം അനുസരിച്ച് ജീവിക്കുവാനും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും ഒരു ഭേദഗതിക്കും വിധേയമല്ലാത്ത ശരീഅത്തിനെ ആ ഭേദഗതിക്ക് വിധേയമല്ലാതെ സ്വന്തം ജീവിതത്തിൽ പകർത്താനുമുള്ള അവകാശം ഭരണഘടനാ ദത്തമാണെന്നാണ് ഞാൻ ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ആരെങ്കിലും ശരീഅത്തിൽ മാറ്റം വരുത്തണമെന്ന് നിർദ്ദേശിക്കുന്നുവെങ്കിൽ, മാറ്റം ആവശ്യപ്പെടുന്നുവെങ്കിൽ അവർ ഭരണഘടനയ്ക്കെതിരായ ഒരു ആവശ്യമാണ് ഉന്നയിക്കുന്നത്. ഇന്ത്യയുടെ ഭരണഘടന ഉറപ്പുവരുത്തിയിട്ടുള്ളതാണ് മതസ്വാതന്ത്ര്യം. ആ മതസ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ് ഇന്ത്യയിലെ ഏത് പൗരനും അവന് ഇഷ്ടമുള്ള മതം ജീവിതത്തിൽ പകർത്താനും അനുഷ്ഠിക്കാനും വിശ്വസിക്കുവാനുമുള്ളതായ സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യം നിലനിർത്തുക എന്നത് ഭരണഘടനയുടെ താല്പര്യമാണ്. അതുകൊണ്ട് ആരെങ്കിലും ശരീഅത്തിൽ മാറ്റം വേണമെന്ന് ആവശ്യപ്പെടുന്നുവെങ്കിൽ അതൊരു തെറ്റായ ആവശ്യമായി നാം മനസ്സിലാക്കുന്നു. മാത്രവുമല്ല, അത് ഭരണഘടനയ്ക്ക് എതിരായ ഒരു ആവശ്യമായി നാം അതിനെ കണക്കിലെടുക്കുന്നു. ശരീഅത്തിന്റെ ഭേദഗതിക്ക് മതപരമായ അനുവാദമില്ലെന്ന പോലെ തന്നെ പ്രധാനമാണ് ഇന്ത്യയുടെ ഭരണഘടനയും ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ജനതയുടെ മതസ്വാതന്ത്ര്യത്തിന്റെയും മതകീയ ജീവിതത്തിലെയും ഇടപെടാൻ ആർക്കും അവസരം നൽകുന്നില്ല എന്ന ഇന്ത്യ രാജ്യത്തിന്റെ പരമപ്രധാനപ്പെട്ട തത്വം. हमको हिम्मत से काम लेना है और समझदारी के साथ काम करना है। हम कोई झगड़ा नहीं करते, लेकिन हमको जो दस्तूर ने जो इख्तियार दिया है उसका हम मुतालबा करते हैं कि उस दस्तूर का जो इख्तियार है वो हमको हासिल रहे। और दूसरे हमको समझाते हैं इस बात को कि ये मज़हब वो मज़हब नहीं है जो इंसानों ने बनाया हो। इंसानों के बनाए हुए मज़हब में तब्दीली इंसान करेगा, कर सकता है, लेकिन अल्लाह ताला के बनाए हुए मज़हब में कोई तब्दीली नहीं कर सकता। हमको अल्लाह ताला ने अपनी किताब दी है और अपने रसूल की मिसाल दी है, उनकी ज़िंदगी दी है, उसी से हम शरीयत अपने ज़िंदगी का जो इस्लामी दस्तूर है वो हम हासिल करते हैं, उस पर अमल करते हैं और इस पर हम पूरी तरह, अगर कोई इसको रोकना चाहेगा तो हम उसका पूरी तरह कोशिश करेंगे कि वो इस बात से बाज आ जाए, इसलिए कि ये दस्तूर के भी ख़िलाफ़ है। दस्तूर हमको पूरी आज़ादी देता है कि हम मज़हब पर अपने अमल करें। अल्हम्दुलिल्लाह मुसलमानों के सारे फ़िरक़े और सारे मसलक इस बात पर मुत्तफ़िक़ हैं और उनकी कोशिश से हमारा असर महसूस करते हैं लोग। ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മുസ്ലിം വ്യക്തി നിയമത്തിന് വേണ്ടി നടത്തുന്ന, അതിന്റെ സംരക്ഷണത്തിന് വേണ്ടി നടത്തുന്ന അവരുടെ ആവശ്യം, അവരുന്നയിക്കുന്ന ആവശ്യം തീർത്തും ഭരണഘടനാനുസൃതമാണ്, തീർത്തും ഭരണഘടനയ്ക്ക് വിധേയമാണ്. ഇന്ത്യ രാജ്യത്തിന്റെ തത്വങ്ങൾക്കോ അതിന്റെ പ്രമാണങ്ങൾക്കോ അതിന്റെ മതേതരത്വത്തിനോ എതിരായ ഒരാവശ്യവും മുസ്ലിങ്ങൾ ഉന്നയിക്കുന്നില്ല. ഭരണഘടനയ്ക്ക് കീഴിൽ ഒതുങ്ങി ആ ഭരണഘടനയിൽ പറഞ്ഞ സ്വാതന്ത്ര്യം അനുവദിച്ച് കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു ആവശ്യം മാത്രമാണ് അവർ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും വ്യക്തികളോ മനുഷ്യരോ ഉണ്ടാക്കിയ സിദ്ധാന്തങ്ങൾ, മതങ്ങൾ, പ്രത്യയശാസ്ത്രങ്ങൾ അത് മനുഷ്യർക്ക് മാറ്റാം. പക്ഷെ ഇസ്ലാം മനുഷ്യനിർമ്മിതമല്ല, ഇസ്ലാം മനുഷ്യദത്തമല്ല. ഇസ്ലാം ഏതെങ്കിലും മനുഷ്യന്റെ ദിഷണയിൽ ഉദിച്ച ഒരാശയമല്ല. ഇസ്ലാം സർവശക്തനായ അള്ളാഹുവിന്റെ ദാനമാണ്, അവൻ നൽകിയിട്ടുള്ളതാണ്. അവൻ അയച്ച പ്രവാചകനിലൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവൻ നൽകിയ ഗ്രന്ഥത്തിലൂടെ
നമുക്ക് ശരീഅത്ത് ലഭിച്ചിരിക്കുന്നു. നമുക്ക് മുസ്ലിം വ്യക്തി നിയമവും അതിന്റെ പൂർണ്ണമായ രൂപത്തിലുള്ള ശരീഅത്തും ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് അത് മാറ്റാൻ മനുഷ്യന് സാധിക്കില്ല. ആ ആവശ്യം ഇന്ത്യയുടെ ഭരണഘടനയുടെ മതസ്വാതന്ത്ര്യത്തിന് വിധേയമായതുകൊണ്ടാണ് മുസ്ലിങ്ങൾ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാഗ്യവശാൽ ഈ ആവശ്യത്തിൽ ഉന്നയിക്കുന്നതിലും ഈ പ്രശ്നത്തിന്റെ പരിഹാരത്തിലും മുസ്ലിം സമുദായം ഒറ്റക്കെട്ടാണ്. അഖിലേന്ത്യാ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിന്റെ നേതൃത്വത്തിൽ മുസ്ലിം സമുദായം ഒന്നിച്ചു നിൽക്കുന്നു. എല്ലാ കക്ഷി വ്യത്യാസങ്ങളും മറന്ന് ശരീഅത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി അവർ ഒന്നിച്ച് സംഘടിച്ചു നിൽക്കുന്നുവെന്നുള്ളത് വളരെയേറെ സ്വാഗതാർഹമായിട്ടുള്ള കാര്യമാണ്. देखिए, मुस्लिम पर्सनल लॉ बोर्ड की जो कोशिश है वो हुकूमत से है और कोर्ट से है, वो उसको अंजाम दे रहा है। लेकिन हमको हर एक मुसलमान को ये समझना चाहिए कि ये उसका ज़ाती मसला भी है। हमको अपनी ज़िंदगी में और अपनी कोशिशों में इस बात को जाहिर करना चाहिए कि हम बहैसियत मुसलमान के इस मुल्क में मुअज़्ज़ज़ शहरी के साथ हैं और हमें सारे हुकूक शहरी की हैसियत से हासिल हैं। दस्तूर हमको हैसियत देता है, तो हमारे मुतालिक कुछ सोचना कि हम अपने मज़हब के सिलसिले में या अपनी मिल्लत के सिलसिले में कोई तग़य्युर करें, ये दस्तूर के लिहाज से भी सही नहीं है और हमारे लिए काबिल कबूल भी नहीं है। लेकिन इसके लिए हमको अपने समझदारी का और फिर शरीयत पर अमल करने का भी सबूत देना चाहिए, ताकि ये न मालूम हो कि हम खुद शरीयत पर अमल नहीं करते और शरीयत की हिफाजत का वादा हम हुकूमत से करते हैं, तो ये बात अच्छी नहीं समझी जाएगी। हमको खुद भी शरीयत पर पूरा अमल करना है। ശരീഅത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഗവൺമെന്റിനെ സമീപിക്കുന്നു, സർക്കാരിന്റെ മുമ്പിൽ ആവശ്യം ഉന്നയിക്കുന്നു. അതോടൊപ്പം ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥിതിക്ക് മുമ്പിൽ, ബഹുമാനപ്പെട്ട കോടതികൾക്ക് മുമ്പിലും മുസ്ലിം സമൂഹം അവരുടെ ന്യായമായ ഭരണഘടനാനുസൃതമായ ആവശ്യം ഉന്നയിക്കുന്നു. പക്ഷേ മുസ്ലിം സമുദായത്തിന്റെ ഓരോ വ്യക്തിയെ സംബന്ധിച്ചും മറ്റൊരു കടമയുള്ളത് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. സർക്കാരിന്റെ മുമ്പിൽ ആവശ്യം ഉന്നയിക്കാം, കോടതികളുടെ മുമ്പിലും ആവശ്യം ഉന്നയിക്കാം ശരീഅത്തിന് വേണ്ടി. പക്ഷെ അതേ ശരീഅത്തിനെ സ്വന്തം ജീവിതത്തിലും സമുദായത്തിലും നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്തം മുസ്ലിം സമുദായത്തിലെ ഓരോ വ്യക്തിക്കുമുണ്ട്. ശരീഅത്തിനെ ഗവൺമെന്റ് സംരക്ഷിച്ചു കൊള്ളട്ടെ, കോടതികൾ സംരക്ഷിച്ചു കൊള്ളട്ടെ എന്ന് വെച്ച് അവനവന്റെ ജീവിതത്തിൽ നിന്ന് ശരീഅത്തിനെ മാറ്റി നിർത്താൻ സാധിക്കില്ല. അവനവന്റെ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, സമുദായ ജീവിതത്തിൽ, സാമൂഹിക മണ്ഡലത്തിൽ, വ്യവഹാരങ്ങളിൽ ശരീഅത്തിന് അനുസൃതമായ ജീവിത സംസ്കാരം ഉണ്ടാക്കാൻ ശ്രമിക്കണം. ആ ജീവിത സംസ്കാരത്തെ ശക്തിപ്പെടുത്താൻ ശ്രമിക്കണം. അങ്ങനെ ശരീഅത്തിന്റെ സംരക്ഷണത്തിൽ പങ്കുവഹിക്കാൻ ഓരോ മുസ്ലിം സഹോദരനും സന്നദ്ധനാകേണ്ടതുണ്ടെന്നുള്ള വസ്തുതയും ഞാൻ ഈ അവസരത്തിൽ എൻ്റെ സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. हमें ये बात साफ करनी चाहिए कि हम मामूली कौम नहीं हैं। हम दुनिया की अच्छी बड़ी आला कौमों में हमारा शुमार है। क्यों नहीं, हमारी पूरी तारीख़ है, इज़्ज़त की और फ़ख्र की तारीख़ है। हमें अपनी फ़ख्र की तारीख़ को जानना चाहिए और हमें उससे अज़मी और हिम्मत पैदा होनी चाहिए। हम दुनिया को मुसलमानों ने बहुत तहज़ीब दी है, बहुत फ़ायदा दुनिया को पहुंचाया है। दुनिया की तरक्की में मुसलमानों का बड़ा हिस्सा है और इस मुल्क की तरक्की में भी मुसलमानों का बड़ा हिस्सा है। ये हमें दिखाना चाहिए और बताना चाहिए, लेकिन हम पहले ख़ुद इस बात को मालूम करें कि हमने क्या क्या ये दुनिया इस मुल्क को क्या फ़ायदा पहुंचाया है, इस मुल्क की तरक्की में हमारा कितना हिस्सा है। हम किसी से कम नहीं हैं और हम इज़्ज़त के साथ ही रहना चाहते हैं, इज़्ज़त के साथ रहेंगे। മുസ്ലിങ്ങൾ സ്വന്തത്തെക്കുറിച്ചും മനസ്സിലാക്കണം. ഒരു സാധാരണ ജനവിഭാഗമല്ല തങ്ങളെന്ന്. വലിയൊരു ചരിത്രമുള്ള സംസ്കാരമുള്ള ജനതയാണ്. ആ ചരിത്രവും സംസ്കാരവും വളരെ ധന്യമാണ്. ലോകത്തിന്റെ സംസ്കാരത്തിന് മുസ്ലിങ്ങൾ വലിയ സംഭാവനകൾ നൽകിയിരിക്കുന്നു. വിശ്വ സംസ്കൃതിയുടെ നിർമ്മാണത്തിൽ മുസ്ലിങ്ങൾ ഏത് മേഖലയെടുത്താലും അവരുടെ കയ്യൊപ്പ് കൂടാതെ ലോകത്തിന്റെ ചരിത്രത്തിൽ ഏതെങ്കിലും സാംസ്കാരികമായ ഒരു ഭാഗത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ സാധിക്കില്ല.
അതുപോലെ ഈ രാജ്യം, നമ്മുടെ പ്രിയപ്പെട്ട രാജ്യം ഇന്ത്യ രാജ്യം, ഈ രാജ്യത്തിന്റെ നിർമ്മാണത്തിൽ, ഈ രാജ്യത്തിന്റെ വികാസത്തിൽ, ഈ രാജ്യത്തിന്റെ സംസ്കാരത്തിൽ, ചരിത്രത്തിൽ മുസ്ലിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട്. ഈ രാഷ്ട്ര നിർമ്മാണത്തിൽ മുസ്ലിങ്ങൾ വഹിച്ച പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ചരിത്രം നാം പഠിക്കണം. ആ ചരിത്രം നാം പഠിക്കുകയും മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്യണം. സ്വന്തം ചരിത്രത്തെക്കുറിച്ച്, സ്വന്തം സംസ്കാരത്തെക്കുറിച്ച് അഭിമാനമുള്ളവരായി തീരണം. ആ അഭിമാനത്തോടെയാണ് മുസ്ലിങ്ങൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇസ്സത്തോടെ ജീവിക്കുവാനാണ് മുസ്ലിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് ഞാൻ അതിന്റെ പേരിൽ ഇവിടെ പ്രത്യേകം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആ അഭിമാനമുള്ള ജീവിതം നയിക്കുന്നതിന് സ്വന്തം ഭൂതകാലത്തെ, സ്വന്തം സാംസ്കാരിക പൈതൃകത്തെ, സ്വന്തം ചരിത്രത്തെ പഠിക്കുവാനും അതിനെക്കുറിച്ച് ഗവേഷണങ്ങളും അന്വേഷണങ്ങളും നടത്താനും മുസ്ലിം സമുദായത്തിലെ യുവാക്കൾ, യുവ പണ്ഡിതർ പ്രത്യേകം മുന്നോട്ട് വന്ന് നാട്ടിൽ സൗഹൃദവും സമാധാനവും രഞ്ജിപ്പും ഉണ്ടാക്കുന്നതിന് അറിവും സംസ്കാരവും ഉപയോഗപ്പെടുത്തണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. इस्लाम के आने से पहले दुनिया में बड़ा फसाद फैला हुआ था और इंसान जानवरों की ज़िंदगी गुजार रहा था। जुल्म ज़्यादती थी, हर तरह की खराबियाँ थीं। हज़रत मोहम्मद मुस्तफ़ा सल्लल्लाहु अलैहि वसल्लम ने आकर नारा दिया और लोगों की इस्लाह की और दुनिया में खैर फैलना शुरू हो गई और मालूम कितने बड़े इलाके में खैर की हुकूमतें कायम हो गई। इस वक्त भी दुनिया के हर मुल्क में मुसलमान पाए जाते हैं और मुसलमानों के ममालिक जहाँ मुसलमान हुकूमत करते हैं वही 50-60 से ऊपर हैं। तो मुसलमान कोई मामूली कौम नहीं है, लेकिन हम इसको हिकमत के साथ और समझदारी के साथ हम दुनिया के सामने इस हकीकत को लाएं कि मुसलमानों ने दुनिया को बहुत कुछ दिया है और दुनिया की बहुत इस्लाह की है और इस मुल्क को बनाया है। इस मुल्क में वो मातहत और कोई कमज़ोर और जलील ये तरीक़े से रहना नहीं कबूल कर सकते। यहाँ बराबर के शहरी हैं और उनको सारे हुकूक़ हासिल हैं जो किसी शहरी को हासिल होते हैं और हमने जो खिदमत अंजाम दी है मुल्क की वो लोगों के सामने आनी चाहिए. ലോകത്ത് എത്ര വലിയ അരാജകത്വം ഉണ്ടായിരുന്നു, എന്തൊക്കെ അന്യായങ്ങളും അനീതികളും അക്രമങ്ങളും, എത്ര വലിയ ചൂഷണങ്ങളും, എത്ര വലിയ രൂക്ഷിതമായ കലാപങ്ങളും. അതിനിടയിലാണ് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് ലോകത്തെ നേരെയാക്കിയത്, ലോകത്തെ വ്യവസ്ഥപ്പെടുത്തിയത്. അക്രമങ്ങൾ അവസാനിപ്പിച്ചു, അന്യായങ്ങൾ അവസാനിപ്പിച്ചു. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശാന്തിയും സമാധാനവും നീതിയും ലോകത്ത് സംജാതമാക്കി. ആ ചരിത്രം ധന്യമാണ്. അങ്ങനെ ലോക സംസ്കാരത്തിന് ഇസ്ലാം കരുത്തുറ്റ സംഭാവനകൾ നൽകി. ലോകത്തിന് ഇസ്ലാം പലതും നൽകിയിട്ടുണ്ട്, വളരെ വിലപ്പെട്ട സംഭാവനകൾ. നമ്മുടെ രാജ്യത്തിന്റെ നിർമ്മാണത്തിലും അങ്ങനെ തന്നെയാണ്. ഇന്ത്യയുടെ നിർമ്മാണം, ഇന്ത്യയുടെ വളർച്ച, ഇന്ത്യയുടെ വികാസം, ഈ രാജ്യത്തിന്റെ വികാസത്തിൽ മുസ്ലിങ്ങൾ വഹിച്ച പങ്ക് വളരെ വിലപ്പെട്ടതാണ്. ആ പങ്ക് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഇവിടെ മറ്റു പൗരന്മാർക്കുള്ള അവകാശം മുസ്ലിങ്ങൾക്കുമുണ്ട്. സമത്വത്തോടുകൂടി എല്ലാ വിഭാഗം ആളുകളും ഈ രാജ്യത്ത് വാഴണം. ആരോടും വിവേചനം പാടില്ല. എല്ലാവരും രാജ്യത്തിന്റെ പുരോഗതിയിൽ പങ്കുവഹിച്ചിട്ടുണ്ട്. എല്ലാവരും രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ അവരുടേതായ സംഭാവനകൾ അർപ്പിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവർക്കും അഭിമാനത്തോടെ ജീവിക്കാൻ സാധിക്കണം. ഇത്ര വലിയ വിലപ്പെട്ട സംഭാവനകൾ അർപ്പിച്ച മുസ്ലിം സമുദായം അപമാനിതരായി ജീവിക്കേണ്ട കാര്യമില്ല. അവർക്ക് അഭിമാനത്തോടെ തന്നെ ജീവിക്കാൻ സാധിക്കും. ഈ ചരിത്രം പഠിക്കുകയും ഈ ലോക സംസ്കാരത്തിലാകട്ടെ, ഇന്ത്യയുടെ സംസ്കാരത്തിലാകട്ടെ, മറ്റു ജനവിഭാഗങ്ങൾക്കൊപ്പം, മറ്റു സഹോദരങ്ങൾക്കൊപ്പം മുസ്ലിം സമുദായം സാഹോദര്യത്തിലും മൈത്രിയിലും ഐക്യത്തിലും മനുഷ്യത്വത്തിലും ഊന്നി നിന്നുകൊണ്ട് സഹകരണത്തിലൂടെ മറ്റു സമുദായങ്ങളോട് കൈകോർത്ത് പിടിച്ചുകൊണ്ട് അവരിവിടെ നടത്തിയ വിലപ്പെട്ട പരിശ്രമങ്ങളും അവർ നൽകിയ വിലപ്പെട്ട സംഭാവനകളും നാം കൂടുതൽ കൂടുതൽ പഠിച്ചു മനസ്സിലാക്കി സമൂഹ സമക്ഷത്തിങ്കൽ അത് അവതരിപ്പിക്കേണ്ടതായ അനിവാര്യത മനസ്സിലാക്കണമെന്നാണ് ഞാൻ എൻ്റെ സഹോദരങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്. हमें इसके लिए अल्लाह ताला की नाज़िल हुई किताब कुरान मजीद से पूरा फ़ायदा उठाना चाहिए और हदीस शरीफ में जो हमको हमारी रहनुमाई की गई है कि ज़िंदगी हम किस तरह गुजारें, हम किस तरह दुनिया को फ़ायदा पहुँचाएँ, दुनिया को बनाएं और इंसानों को बनाएं, इंसानों को गलती से निकाल कर और सही ज़िंदगी की तरफ लाएँ और ख़ुद भी इज़्ज़त के साथ रहें, दूसरों को भी इज़्ज़त के साथ रहने का तरीक़ा बताएँ. हमें कुरान हदीस से पूरा सबक फ़ायदा उठाना है, उससे रहनुमाई हासिल करनी है और अल्हम्दुलिल्लाह इसके लिए हमारे मदारिस
और ये हमारी तालीम गाहें ये अपनी हद तक काम कर रही हैं। इनको इस बात पर इनको खुशी होनी चाहिए कि अल्लाह ताला इनसे ये काम ले रहा है कि कुरान हदीस को पढ़कर उससे इस्तेफ़ादा करने की कोशिश कर रहे हैं। लेकिन हमारा सबका फ़र्ज़ ये है कि कुरान और हदीस की तालीमात हैं उनको अपनी ज़िंदगी के अंदर जारी करें, यानी हम शरीयत पर ख़ुद भी अमल करें और उसको शरीयत के कायम रहने के लिए हम कोशिश करें। നാം വിശുദ്ധ ഖുർആനിൽ നിന്ന് വെളിച്ചം സ്വീകരിക്കണം. നാം വിശുദ്ധ ഖുർആനിൽ നിന്ന് മാർഗദർശനം കരസ്ഥമാക്കണം. ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നതിനെ കുറിച്ചുള്ള ദൈവികമായ മാർഗദർശനത്തെ പരിശുദ്ധ ഖുർആന്റെ വെളിച്ചത്തിലൂടെ നാം സ്വായത്തമാക്കണം. അതോടൊപ്പം നാം ഹദീസുകൾ ഗ്രഹിക്കണം, ഹദീസുകൾ പഠന വിധേയമാക്കണം. വളരെ വിശുദ്ധമായ നബി വചനങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലൂടെ ജീവിതത്തിന്റെ സംസ്കാരം, എങ്ങനെ നല്ല ജീവിതം നയിക്കണം, എങ്ങനെ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മോചനം നേടണം, എങ്ങനെ വിശുദ്ധമായ ഒരു ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണം, എങ്ങനെ മനുഷ്യത്വം സമ്പാദിക്കണം, എങ്ങനെ സ്വയം അഭിമാനം ഉൾക്കൊണ്ട് മറ്റുള്ളവർക്കും അഭിമാനം നൽകണം, അഭിമാനം മറ്റുള്ളവർക്ക് നൽകുകയും ആ അഭിമാനം മറ്റുള്ളവർക്ക് നൽകുന്ന പോലെ സ്വന്തം സ്വീകരിക്കുകയും ചെയ്യുന്ന അവസ്ഥ എങ്ങനെ ഉണ്ടാക്കണം എന്നതിനെ കുറിച്ച് നാം വളരെ ഗൗരവത്തോടുകൂടി ഖുർആനും ഹദീസും പഠിക്കണം. ഈ ഖുർആനും ഹദീസും പഠിക്കാൻ ജാമിഅ നൂരിയ പോലൊരു സ്ഥാപനം ഇവിടെ ഉണ്ട് എന്നുള്ളത് എത്രമേൽ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ഈ സ്ഥാപനത്തിൽ ഇത്ര വലിയ വിജ്ഞാനങ്ങൾ പഠിക്കുന്നു, ഈ വിജ്ഞാനങ്ങൾ ഗ്രഹിച്ച പണ്ഡിതന്മാർ പുറത്തിറങ്ങുന്നു എന്നുള്ളതിൽ എല്ലാവർക്കും ആഹ്ലാദിക്കാൻ വകയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് ഇതുപോലുള്ള മഹത്തായ സ്ഥാപനങ്ങളെ ഊട്ടി വളർത്തുന്നതോടൊപ്പം ശരീഅത്തിനെ, മുസ്ലിം വ്യക്തി നിയമത്തെ, ദൈവിക നിയമത്തെ, ഇസ്ലാമിക സംസ്കാരത്തെ സ്വന്തം ജീവിതത്തിൽ കൂടുതൽ കൂടുതൽ പ്രായോഗികമാക്കാൻ നമ്മൾ ബദ്ധശ്രദ്ധരാകണം എന്ന് ഒരിക്കൽ കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. अल्लाह ताला ने फरमाया है कि तुम अगर दीन पर अमल करोगे तो हम तुमको बुलंद मकाम अता फरमा देंगे। और अल्हम्दुलिल्लाह जो लोग भी दीन पर अमल करते हैं उनके साथ अल्लाह की मदद होती है। ये जो आप देख रहे हैं माशाअल्लाह, ये दीन के नाम पर यहाँ जमा हुए हैं। हमें खुद भी दीन पर अमल करना है और उस दीन की हिफाजत भी करनी है और उसके साथ साथ दस्तूर की हिफाजत भी होती है। अगर हमारे साथ कोई तब्दीली की गई तो वो दस्तूर की तब्दीली कहलाएगी, दस्तूर के ख़िलाफ़ वर्जी कहलाएगी। दस्तूर ने हमको जो हुकूक दिए हैं उनको उन हुकूक को बरकरार रखना है। इसकी ज़िम्मेदारी हमको भी है कि हम इस बात पर इसको नज़र रखें कि हमारे कानून शरीयत में कोई तगय्युर न किया जाए और ये कि हमारी कौम यानी मिल्लत इस्लामिया का जो हक़ है इस मुल्क में उसका वो हक़ पूरा मिलता रहे और उसमें भी कमी न की जाए। और ये हमारे मदारिस और ये दीनी दरगाहें ये शरीयत से वाकिफ़ कराती हैं और शरीयत पर अमल कराने की कोशिश होती है। हम ये जामिया इस्लामिया के ज़िम्मेदारों को हम मुबारकबाद देते हैं कि वो बड़ी अहम और ज़िम्मेदारी काम अंजाम दे रहे हैं। हमारे मोहतरम अली कुट्टी साहब मुसलियार और सैयद हैदर अली साहब, ये हजरात इनकी कोशिशों से और इनकी सरपरस्ती से माशाअल्लाह इतना बड़ा काम हो रहा है, ये काबिल कदर है। हम अपनी मसरत के इज़हार करते हैं और उम्मीद करते हैं कि इसका नफ़ा आम रहेगा और इससे फ़ायदा दूर तक पहुँचेगा। वाखिर दावाना अल्हम्दुलिल्लाहि रब्बिल आलमीन। ഇസ്ലാമിക ശരീഅത്തിനെ, ഇസ്ലാമിനെ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ, ഖുർആന്റെ മാർഗദർശനം സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉന്നതമായ സ്ഥാനം കൈവരുമെന്നാണ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനം. മറ്റൊരു വാഗ്ദാനം, അള്ളാഹുവിന്റെ ദീൻ സ്വീകരിക്കുന്നവരെ അള്ളാഹു സഹായിക്കും എന്നുള്ളതാണ്. ഈ രണ്ട് കാര്യവും വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് നാം ശരീഅത്തിനെയും ഇസ്ലാമിക വിജ്ഞാനീയങ്ങളെയും വളരെയേറെ പരിപോഷിപ്പിക്കുവാനും അതിനെ വളരെയേറെ ശാക്തീകരിക്കുവാനും നാം സന്നദ്ധരാകേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം ഞാൻ വളരെ പ്രത്യേകമായിട്ട് ഊന്നി പറയുന്നു, നാം ശരീഅത്തിനെ മാത്രം സംരക്ഷിക്കാനല്ല ആഗ്രഹിക്കുന്നത്, നാം ഇന്ത്യയുടെ ഭരണഘടന സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു. ആ ഭരണഘടന നിലനിൽക്കണം. രാജ്യത്തിന്റെ നിലനിൽപ്പിന്റെ ആധാരശിലയാണ് ഇന്ത്യയുടെ ഭരണഘടന. ഇന്ത്യയുടെ വൈവിധ്യങ്ങളെ ഏകോപിപ്പിച്ച് ഇന്ത്യയുടെ വിവിധ മതസമുദായങ്ങളുടെ അവകാശങ്ങളെ കൂട്ടിഘടിപ്പിച്ച് കൊണ്ടുപോകുന്നത് രാജ്യത്തിന്റെ പരമോന്നതമായ ഭരണഘടനയാണ്. ആ ഭരണഘടനയുടെ സംരക്ഷണത്തിന് വേണ്ടി
ഒന്നിച്ച് ഒറ്റക്കെട്ടാകണമെന്ന് ഇന്ത്യയുടെ സകല ജനവിഭാഗങ്ങളോടും അഭ്യർത്ഥിക്കുവാനും ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. എന്തൊരു മനോഹരമായ കാഴ്ചയാണ് ഞാൻ എൻ്റെ മുമ്പിൽ കാണുന്നത്. ഈ ജാമിയ നൂരിയ എന്ന ഈ ഉന്നതമായ ഇസ്ലാമിക വിജ്ഞാന കേന്ദ്രം, ഇസ്ലാമികമായ ഈ കലാശാല, ഇസ്ലാമികമായ ഈ സംസ്കാര കേന്ദ്രം എത്ര വലിയ സേവനമാണ് അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിവിടെ ഇതുവരെയും സൂചിപ്പിച്ച ആ ശരീഅത്തിന്റെ, ആ ഖുർആനിന്റെ, ആ ഹദീസിന്റെ, ആ ഇസ്ലാമിക വിജ്ഞാനീയങ്ങളുടെ, ആ ഇസ്ലാമിക സംസ്കാരത്തിന്റെ പ്രചാരണവും വ്യാപനവും പരിപോഷണവുമാണ് ജാമിയ നൂരിയ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന സേവനം. അതിന് ഏറ്റവും മഹത്തായ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന സമാദരണീയനായ നേതാവ് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളെയും, അപ്രകാരം തന്നെ അതിന് സാരഥിയായിട്ടുള്ള അഭിവന്ദനായ പണ്ഡിതൻ, അതിന്റെ സാരഥിയായ ഉസ്താദ് ആലിക്കുട്ടി മുസ്ലിയാർ അടക്കമുള്ള പണ്ഡിതന്മാരെയും ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ജാമിയ നൂരിയയുടെ സേവനം വ്യാപിക്കട്ടെ. ജാമിയ നൂരിയയിൽ നിന്ന് പുറത്തിറങ്ങുന്ന, ജാമിയ നൂരിയയിൽ നിന്ന് വീശുന്ന വിജ്ഞാനത്തിന്റെ വെളിച്ചം എങ്ങും വ്യാപിക്കുമാറാകട്ടെ. അങ്ങനെ ഈ മഹത്തായ സ്ഥാപനത്തിന്റെ നന്മകൾ നാളെ ഇന്നുള്ളതിനേക്കാൾ കൂടുതൽ ജനങ്ങൾക്ക് പ്രയോജനീഭവിക്കുമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് അള്ളാഹു അതിന് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.